ഹായ് ഹലോ വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നുള്ള ഇടുക്കി ജില്ലയിലെ പാറത്തോട് എന്ന സ്ഥലത്താട്ടോ നമ്മുടെ സുഹൃത്തായ ജോബി വിജയത്തിൽ ബ്ലോഗ്സിലെ ജോബി ചേട്ടനെ കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി സ്ഥലം വരെ കാണാൻ പോവുകയാണ്. ആ സ്ഥലം കാര്യങ്ങളൊക്കെ നമ്മൾ ജോബി ചേട്ടൻ നിങ്ങളോട് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവന് ഇന്നലെ വന്നതാണ്. അപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ റൗണ്ട് ചെയ്ത് കാണുകയൊക്കെ ചെയ്തു. പക്ഷെ നമ്മൾ വ്ളോഗ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ നമ്മുടെ മുരിക്കാശ്ശേരി അടുത്തുള്ള ചിന്നാറിൽ പുതിയതായിട്ടൊരു ഡാം നിർമ്മിച്ചിട്ടുണ്ട്. ഡാം നിർമ്മിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി. അപ്പം അതായത് നമ്മുടെ ചിന്നാർ ഡാമിൻ്റെ പണി പൂർത്തിയായതാണ്. പവർ ഹൗസിൻ്റെ പണി നടക്കുന്നുള്ളൂ. അതായത് ചെക്ക് ഡാം ആട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. ആ ഡാമിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നേരെ നമ്മുടെ ചിന്നാർ ഡാമിലേക്ക് പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങൾ, അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതാണ് ഒരിക്കൽ കൂടി സ്വാഗതം. അതുപോലെ ഓക്കെ, തീർച്ചയായും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. പോണ വഴിക്കുള്ള കാഴ്ചകൾ ഒന്നും തന്നെ ഇല്ല, നേരെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചിന്നാർ ജലവൈദ്യുതിയുടെ ഭാഗമായിട്ടുള്ള ചെക്ക് ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ പണി ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. അവിടെ നിന്നുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നത് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന നമ്മുടെ ചിന്നാർ ഡാമിൻ്റെ കാഴ്ചകൾ നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 24 മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ചിന്നാർ ചെറുകിട ജലവൈദ്യുതി പദ്ധതി ഇടുക്കി ജില്ലയിലെ ഇടുക്കി താലൂക്കിലെ കൊന്നത്തടി, വാത്തുക്കുടി പഞ്ചായത്തുകളാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിഞ്ചൻകുട്ടി നദിയിലാണ് നമ്മുടെ ചിന്നാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അവിടുന്ന് ഇന്ത്യക്ക് ഷട്ടറിലൂടെ 3.125 കിലോമീറ്റർ ടണലിലൂടെയാണ് അത് പനംകുട്ടിയിലുള്ള പവർ ഹൗസിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഇന്ത്യക്ക് ഷട്ടർ കാണാൻ സാധിക്കും. വെള്ളം നിറഞ്ഞെടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ തുരങ്കം കാണാൻ സാധിക്കില്ല. നല്ല വേനൽക്കാലമാണെങ്കിലും നമ്മുടെ പെരിഞ്ചൻകുട്ടി നദിയിലെ വെള്ളമുണ്ട്, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. തുളുമ്പിപ്പോത്ത രീതിയിലാണ് നമ്മുടെ ഡാമിലെ വെള്ളം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ അവിടുത്തെ കാഴ്ചയൊക്കെ ആസ്വദിക്കുകയാണ്. 260.87 കോടി രൂപയാണ് ഇതിന്റെ ഭരണാനുമതി എന്ന് പറയുന്നത്. നിലവിൽ ചെക്ക് ഡാം മാത്രമേ പണി പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇനിയും പവർ ഹൗസിന്റെ പണികൾ നടക്കാനുണ്ട്. പ്രതീക്ഷിക്കുന്നത് ഈ വർഷം തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ്. നമുക്കറിയത്തില്ല എന്നാ ഉദ്ഘാടനം ചെയ്യുന്നതെന്ന്. അപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കുന്നത് കേട്ടോ. ഇതിലൂടെ എല്ലാം നന്നായിട്ട് വെള്ളം പോകേണ്ടതാണ്. മഴക്കാലത്തൊക്കെയാണെങ്കിൽ ഇതിലൂടെ നിറച്ച് വെള്ളം പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ബാക്കി കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ഈ കാണുന്നത് മങ്കുവ മുരിക്കാശ്ശേരി റോഡാട്ടോ. നമ്മൾ ഈ കാണുന്ന ഈ ഡാമിന്റെ മുകളിലൂടെയാണ് ആ റോഡ് പോകുന്നത്. ഇനി നമുക്ക് ഡാമിന്റെ തൊട്ടടുത്ത കാഴ്ച കാണാൻ പോയാലോ? നമുക്കിവിടെ ഒന്ന് പോയിട്ട് വരാം. നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് അതിന്റെ അടുത്തേക്ക് പോകുന്നത്. കരിങ്കല്ല് കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്നതാണ് അതിന്റെ ഭിത്തികളെല്ലാം. അപ്പൊ നമ്മൾ അതിലൂടെ നടന്ന് അങ്ങോട്ട് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഒരു അണക്കെട്ടാണ് ഈ കാണുന്നതാണ് നമ്മുടെ ചിന്നാർ അണക്കെട്ട്. ഈ അണക്കെട്ടിലൂടെ ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിയുമ്പോൾ ഇവിടുന്ന് വെള്ളം പനംകുട്ടിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് 24 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ചെറിയൊരു പവർ ഹൗസ് ആണ് കേട്ടോ ഇത്. ഈ ഡാമിന്റെ ഏറ്റവും അടുത്തുള്ള കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഏറ്റവും അടുത്ത് നമ്മൾ ഡാം കാണുകയാണ്. ഈ ഇടയ്ക്ക് നിർമ്മിച്ചതുകൊണ്ട് ഏകദേശം ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ ഈ ഡാം നിർമ്മിച്ചിട്ട്. ഡാമിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ ആസ്വദിച്ച് ഇതിലൂടെ നടക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ ചെറിയ പൂച്ചെടികളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. കാണാൻ ഭംഗിയുള്ള നല്ല മനോഹരമായ പൂച്ചെടികൾ അവരോട് നട്ടുവെച്ചിട്ടുണ്ട്. അതിന്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് നമ്മളിവിടെ നടക്കുകയാണ്. ചിന്നാർ ഡാമിനെ കുറിച്ചൊക്കെ നിരവധി വീഡിയോകൾ യൂട്യൂബിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇതിന്റെ പഴയ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ ഈ ഡാം പണിയാനായിട്ട് ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. അപ്പൊ അതെല്ലാം കണ്ട് നമ്മളിവിടെ നടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചിന്നാർ ഡാമിന്റെ കാഴ്ച കാണാൻ വരുന്നത്. നമ്മളങ്ങനെ ഡാമിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ വഴിക്കൊക്കെ ഗതാഗതമുണ്ട്, അത്യാവശ്യം വണ്ടിയൊക്കെ ഈ വഴിക്ക് ഓടുന്നതാണ്. പിന്നെ ഇടുക്കിക്ക് കാണാൻ വരുന്ന ഒരു മഴക്കാലത്തോ അല്ലെങ്കിൽ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം വരാവുള്ളൂ. ഈ കരിഞ്ഞുണങ്ങിയിരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. പിന്നെ ഈ ഡാമിന്റെ പരിസരങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ചെറിയ ഒരു പച്ചപ്പൊക്കെ കാണാൻ സാധിക്കുമെങ്കിലും ബാക്കി ഭാഗം എല്ലാം നന്നായിട്ട് കരിഞ്ഞുണങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് ബ്രൂസിലി മല എന്ന് പറയുന്നത്. ഈ മല തുരന്നാണ് 3.125 കിലോമീറ്റർ ദൂരമുള്ള തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ഈ മലയുടെ മുൾഭാഗത്തൊക്കെ നല്ല വ്യൂ പോയിന്റ് ആട്ടോ. അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. പക്ഷെ ഇപ്പോൾ എല്ലാവരും കത്തിച്ചിട്ടാക്കുകയാണ്, കാരണം കട്ട് ചെയ്യുന്നുണ്ടായിരിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ അവിടുത്തെ മലയുടെ കാഴ്ചയൊക്കെ നമ്മൾ ആസ്വദിക്കുകയാണ്. അപ്പോൾ പവർ ഹൗസിന്റെ പണിയെല്ലാം എത്രയും പെട്ടെന്ന് കഴിഞ്ഞ് ഈ ഡാമിന്റെ ഉദ്ഘാടനം പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.